നമ്മൾ വളരെ ഉഷാറാണ്, സമ്പന്നമാണ്, നമ്മളൊരു സമ്പന്ന സ്റ്റേറ്റായി കഴിഞ്ഞു എന്ന ഇല്ലാത്ത പ്രഖ്യാപനവുമായി ഇവർ വരുന്നത് എന്തൊരു അപകടമാണ്. വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും. യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല. അതിലൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട, കൊടുക്കുന്ന ആനുകൂല്യം എടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്, മാച്ചിങ് ഗ്രാന്റ് കൊടുക്കാത്തതുകൊണ്ട്. എന്നിട്ട് വെറുതെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ചികിത്സയില്ല, സ്കീമില്ല, പദ്ധതിയില്ല. കാലാകാലങ്ങളിൽ കേരളം നടത്തിക്കൊണ്ടുപോയ അല്പം കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട് നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ കയ്യിൽ ആവശ്യമായ പണമുണ്ട്. എന്തിന്? സബ്സിഡൈസ് ചെയ്യാനും സൗജന്യ ചികിത്സ കൊടുക്കാനും അതുപോലെ തന്നെ പല സാമൂഹിക ക്ഷേമ പദ്ധതികൾ കൊടുക്കാനും ഒക്കെ. ഇതില്ലാത്ത പ്രഖ്യാപനങ്ങളൊക്കെ നടത്താണ്. കാരണം തെരഞ്ഞെടുപ്പിൽ 2500 പറഞ്ഞിട്ട് പോവാൻ നേരത്ത് ഇപ്പൊ പറയുന്നത് 2000 കൊടുക്കുന്നതാണ്. വളരെ ഗ്ലാരിംഗ് ആയിട്ടുള്ള തട്ടിപ്പാണ്. അപ്പൊ ഈ തരത്തില് ഇലക്ഷന്റെ തലേ ദിവസം കൊണ്ടുപോയി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രഖ്യാപനം ഒരു സംശയവും വേണ്ട, കേരളത്തിലെ ജനങ്ങളെ കുഴപ്പത്തിലാക്കും. കേന്ദ്രം ഇതെടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ അതിദരിദ്രരില്ല, പിന്നെന്തിനാ നിങ്ങൾക്ക് എന്തിനാ ആ സ്കീം? അതുപോലെ തന്നെ പല പദ്ധതികളും കേരളത്തിന് ആവശ്യമില്ല എന്ന് അല്ലെങ്കിൽ തന്നെ പറയാൻ നിൽക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്, അവർക്ക് ഇത് വലിയ അവസരമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. കേരളത്തിന് വലിയ നഷ്ടമാണ്. ഞങ്ങൾ ഇതിനെതിരായി ക്യാമ്പയിൻ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഇതിന്റെ പൊള്ളത്തരം 2500 പ്രോമിസ് ചെയ്ത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2000 കൊടുക്കും എന്ന് ഇലക്ഷന്റെ തലേന്ന് പ്രഖ്യാപിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് പൊളിക്കും. യാതൊരു സംശയവും വേണ്ട. ഇതുകൊണ്ട് ഇടതുപക്ഷം വിചാരിച്ച ഒരു ഇലക്ഷൻ വിജയവും അവർക്കുണ്ടാകാൻ പോകില്ല.